ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞമ്മക്കില്ലേ പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയാലോ? ഈ ഗോതമ്പ് പൊടി വെച്ച് നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3.5 ടേബിൾ സ്പൂണ് എന്താ പറയുക ഗോതമ്പ് പൊടിയില്ല അതിട്ട് കൊടുക്കുക. അഥവാ തവിയുടെ എല്ലാം ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 3.5 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു വിസ്കോ ഫോർക്ക് എങ്ങാനും എടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോൾ 150 ഗ്രാം ശർക്കര ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്, ജാഗിരി. ഞാനിതൊരു എന്താ പറയുക നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. അതും ഒരു ചെറിയ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 150 ഗ്രാം ശർക്കര ആട്ടോ എടുത്തത്. അത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വേറൊരു പാത്രം വീണ്ടും വെച്ച് കൊടുത്ത് ഞാനിപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്ത പാത്രം തന്നെ കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടിൻ്റെ മിക്സ് ഇല്ലേ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ എന്താ പറയുക അടിയിലിങ്ങനെ ഊറി കിടക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷം നമ്മളെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇതൊന്ന് എന്താ പറയുക കുറുകി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇതൊന്ന് എന്താ പറയുക തിള വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ച ശർക്കര പാനിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താ പറയുക മുഴുവനായിട്ട് നിങ്ങൾ ഒഴിക്കുന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മധുരം നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒഴിച്ചപ്പോൾ കറക്റ്റ് മധുരമായിട്ട് ഇതിലേക്ക് എന്താ പറയുക തേങ്ങാപ്പാലും ഒക്കെ വരുമ്പോൾ ലാസ്റ്റ് എനിക്ക് കറക്റ്റ് മധുരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇതിലും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അതും എന്താ പറയുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പും കുറച്ച് എന്താ പറയുക കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ എന്താ പറയുക ഡ്രിങ്ക് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക അങ്ങ് വൈകുന്നേരം നമ്മൾ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാട്ടോ. ആ തണുപ്പിന് ഈ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുള്ള ഡ്രിങ്ക് കുടിക്കാൻ കേട്ടോ. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിള വരുന്ന സമയം ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക കേട്ടോ. വല്ലാണ്ട് തിളക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. അവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ കുറച്ച് എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.